തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജകോടിയുണ്ട്. അർജുൻ, തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിക്കാൻ ശ്രമിക്കുന്ന ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഘട്ടത്തിൽ നിർണായകമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ കോൺ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെ വിലയിരുത്തുന്നു? അരുണ്യ, തിരുവനന്തപുരം സെൻട്രൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഇത്തവണയും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ് മുന്നണിയാണ് ഇടതുപക്ഷം. അതേസമയത്ത് ആന്റണി രാജു അവിടെ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോടതിയിൽ പോയി അനുകൂല വിധി നേടിയെടുക്കാൻ കഴിയുന്ന അത്ര കാലം സമയം തെരഞ്ഞെടുപ്പിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടാവുക. അത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് ആ സീറ്റ് നിലവിൽ മത്സരിക്കുന്നത്. അവർക്ക് തന്നെ ആ സീറ്റ് വിട്ടുകൊടുത്ത് ഏതെങ്കിലും സ്ഥാനാർത്ഥി, ജനാധിപത്യ കേരള കോൺഗ്രസ് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെയും ഈ ആന്റണി രാജുവിന്റെ അയോഗ്യത തുടരുന്ന ഘട്ടത്തിലും CPM-മായി ജനാധിപത്യ കേരള കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നു. അയോഗ്യത തുടരുകയാണെങ്കിലും സീറ്റ് തങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള ആവശ്യം ആവർത്തിക്കുകയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വരെ ഈ അയോഗ്യത തുടർന്നാലും സീറ്റ് ഏറ്റെടുക്കില്ല എന്നാണ് CPM അറിയിച്ചതെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ആന്റണി രാജുവിന് അപ്പുറത്തേക്ക് ഒരു പേര് നിലവിൽ CPM-ന് മുന്നിലോ അല്ലെങ്കിൽ പുറത്ത് പറയാനോ തക്ക രീതിയിലേക്ക് ഈ പാർട്ടി മാറിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയത്ത് ഒരു പരിഗണനയായി വിജയൻ തോമസിന്റെ, മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന, കഴിഞ്ഞ വട്ടം BJP-ക്കൊപ്പം ചേർന്ന വിജയൻ തോമസിന്റെ പേര് ഒരു ഘട്ടത്തിൽ പരിഗണനയ്ക്ക് വന്നിരുന്നു. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിൽ അതിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ ഈ പാർട്ടിക്ക് പൂർണ്ണ സമ്മതം അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ CPM ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തും ഇത് സംബന്ധിച്ച് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരുവനന്തപുരം സെൻട്രലിൽ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം CP ജോണാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുന്നത്. ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ പറയാനും കഴിയും. BJP ആണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ തിരുവനന്തപുരത്തെ സെൻട്രലിൽ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP-യും സർവ്വ സാധ്യതകളും തേടുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ. അതുകൊണ്ട് ശക്തമായ മത്സരം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പരീക്ഷണത്തിന് നിൽക്കാതെ സിറ്റിംഗ് സീറ്റ് ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ CPM ഇക്കാര്യത്തിൽ ചർച്ച നടത്തി അവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് തിരുവനന്തപുരം സെൻട്രൽ പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്ഭുതകരമെന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കാത്തിരിക്കുന്നുണ്ട് CPM എന്ന് ഒരർത്ഥത്തിൽ പറയാം. അവിടെ ആർക്കൊക്കെ പരിഗണന ഉണ്ടാകും? തിരുവനന്തപുരം സെൻട്രലിൽ പ്രതീക്ഷ വയ്ക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കൊക്കെ ആ സീറ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സാധ്യതകളിലേക്ക് CPM ഇടതുപക്ഷം പോകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അധികം സമയമില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ജനാധിപത്യ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്തായാലും CPM ആയിരിക്കും. അരുണ്യ. അർജുൻ, നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നടത്തിയിരിക്കുന്ന ഇത്തവണ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. കൃത്യമായി തന്നെ അർജുനിലേക്ക് എത്താം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയമോഹൻ ന്യൂസ് മലയാളത്തോടൊപ്പമുണ്ട്. ശ്രീ ജയമോഹൻ, കേസിൽ ആന്റണി രാജുവിനെ തിരിച്ചടിയായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ആയിരുന്നല്ലോ താങ്കൾ. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത്? ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ പല വട്ടം പ്രതികരിച്ചു കഴിഞ്ഞു. അതിൽ ഇപ്പോഴത്തെ ഇതിലെ കേസിന്റെ വിവരങ്ങൾ, കോടതിയിലെ വിവരങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം ശിക്ഷ സ്റ്റേ ചെയ്യണം, അതുപോലെ കൺവിക്ഷൻ സ്റ്റേ ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത്. അത് കോടതി തള്ളിയെന്നാണ് ഇപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്.
യെസ്, ഈ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയമോഹനാണ് പ്രതികരിച്ചത്. സന്തോഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട കോടതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പരിശോധിച്ച് വരികയാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. പക്ഷേ ഇനി അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചേക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നിർണായകമായ ഘട്ടത്തിൽ ഇനി അനുകൂലമായൊരു വിധി സമ്പാദിക്കുക എന്നതേറെ പ്രയാസകരമാണ്. അതിനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ആന്റണി രാജുവിന് പകരം ആരായിരിക്കും മത്സരിക്കുക എന്നതാണ് ഏറ്റവും ഉദ്വേഗമുള്ള വിവരം. ഏതായാലും ആന്റണി രാജുവിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷബനയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷബന, എന്തായാലും ഇപ്പോൾ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജയമോഹൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ലെങ്കിലും വിധിയിൽ സന്തോഷമുണ്ട്, ആന്റണി രാജുവിന് തിരിച്ചടി കിട്ടിയ വിധിയിൽ സന്തോഷമുണ്ടെന്ന് മാത്രമാണ് ജയമോഹൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി വിശദാംശങ്ങൾ പ്ലീസ് ചെയ്യാം. തൊണ്ടിമുതൽ തിരിമറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 1990-ലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തൊണ്ടിമുതൽ മയക്കുമരുന്ന് പിടികൂടുന്നത്. ഒരു വിദേശ പൗരന്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നത്. അതിനുശേഷം ഈ കേസ് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിന്റെ സീനിയറായ അഭിഭാഷകനും ചേർന്നാണ് ഈ കേസ് നടത്തുന്നത്. ഇതിൽ അടിവസ്ത്രത്തിൽ ഈ ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെച്ച് കടത്തി എന്നതായിരുന്നു കേസ്. തുടർന്ന് ഈ അടിവസ്ത്രം ഇതിൽ തൊണ്ടിമുതലായി കേസിൽ തൊണ്ടിമുതലായി എത്തുന്നു. അതിനുശേഷമാണ് ആന്റണി രാജുവിന്റെ ഓഫീസിലെ അഭിഭാഷക ഓഫീസിൽ ഈ കേസ് എത്തുന്നത്. പിന്നീട് ഈ കേസ് നടത്തുന്ന വേളയിലാണ് ഇതിലെ പ്രധാന തെളിവായ തൊണ്ടിമുതൽ ആയ ഈ അടിവസ്ത്രം കോടതി ജീവനക്കാരനായ ജോസ് എന്നയാളുമായി ചേർന്ന് ആന്റണി രാജു കൈക്കലാക്കുകയും പിന്നീട് അതിൽ കൃത്രിമം നടത്തി അടിവസ്ത്രത്തിന്റെ അളവ് വെട്ടിച്ചുരുക്കി ആ രീതിയിൽ കൃത്രിമം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിയെ സഹായിക്കാൻ, പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അഭിഭാഷകൻ ഇത്തരത്തിൽ ഒത്തുകളിച്ചു എന്നതായിരുന്നു കേസ്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള പരാതി എത്തുകയും ഹൈക്കോടതി തന്നെ ഇതിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തുടർന്ന് ആന്റണി രാജുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു. ദീർഘനാളായി നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1990-ലാണ് ഈ സംഭവം നടക്കുന്നത്. ദീർഘനാളായി പിന്നീട് ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ നിലനിൽക്കുകയായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരടക്കം ഇടപെട്ടാണ് ഈ കേസിന്റെ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയായിരുന്നു കേസിൽ വിചാരണ നടപടികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ. പിന്നീട് വിചാരണ പൂർത്തിയാക്കുമ്പോൾ ആന്റണി രാജുവും അതോടൊപ്പം തന്നെ ഈ കോടതി ജീവനക്കാരനടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും 3 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ തടവ് ശിക്ഷ അപ്പോൾ തന്നെ സെഷൻസ് കോടതി മരവിപ്പിച്ചിരുന്നു. എന്നാൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ വിധി അത് റദ്ദാക്കണം എന്നൊരാവശ്യം സെഷൻസ് കോടതിയിൽ ആന്റണി രാജു ഉന്നയിച്ചെങ്കിലും അത് കോടതി അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വാദം നടത്തുമ്പോൾ ആന്റണി രാജു എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയാകുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമാണ് ഇതിൽ പ്രവർത്തിച്ചത്. അഭിഭാഷകൻ, അതായത് ഒരു ജൂനിയർ അഭിഭാഷകൻ ഈ തൊണ്ടിമുതൽ കൈക്കലാക്കി എന്ന് പറയുന്നു. അതിനുശേഷം ഈ തൊണ്ടിമുതൽ പ്രതിക്ക് കൈമാറി എന്നാണ് പറയുന്നത്. പ്രതിയാണോ ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചത് എന്നതിന് വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പ്രതി ഓസ്ട്രേലിയൻ പൗരനാണ്. ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. പ്രതി തന്നെയാണോ ഇത്തരത്തിൽ ഈ അടിവസ്ത്രം വെട്ടിച്ചുരുക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തുടങ്ങിയ കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ആന്റണി രാജുവിന് അന്ന് കോടതിയുടെ ആ നിലപാട് ആന്റണി രാജുവിന് അനുകൂലമായ ഒരു സമീപനം പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ആരാഞ്ഞിരുന്നു. ആന്റണി രാജു പറഞ്ഞത് താൻ കുറ്റക്കാരനല്ല എന്ന് തന്നെയായിരുന്നു. അത്തരത്തിൽ താൻ കൃത്രിമം നടത്തിയിട്ടില്ല. താൻ ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല, ഈ കേസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ വിധി റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആന്റണി രാജു കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിനോട് ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ സത്യവാങ്മൂലമായി കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചത് ആന്റണി രാജു കുറ്റക്കാരൻ തന്നെയാണ്, വിശ്വാസവഞ്ചന നടത്തി. കാരണം ഒരു കോടതിയിലിരുന്ന ഒരു തൊണ്ടിമുതൽ ആ രീതിയിൽ എടുക്കുകയും കൈവശപ്പെടുത്തുകയും അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു, വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട്, കോടതിയുടെ നീതിന്യായ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇത് കെട്ടിച്ചമച്ച കേസല്ല, കൃത്യമായ തെളിവുകൾ ആന്റണി രാജുവിനെതിരെ ഉണ്ട് എന്നും സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ